ഞാൻ എന്റെ പ്രീതമയ്ക്ക് വേണ്ടി ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ട്. എടാ ഈ പറങ്ങാണ്ടിക്ക് ഗർഭം വന്ന പോലത്തെ തലയും വെച്ചോണ്ട് ഇത്രയും ബുദ്ധിയൊക്കെ നിനക്ക്? ഒന്ന് നോക്കട്ടെ. സോറി, ഞാൻ സേർട്ട് വിളിക്കില്ല. അല്ല, ഇതിനകത്ത കത്ത് നല്ലതാ. ലവ് ലെറ്റർ വെക്കാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. ചരക്ക് കുട്ടി, ചക്കര കുട്ടി, സ്പെല്ലിംഗ് എഴുതുമ്പോ നോക്കി എഴുതും. നമുക്ക് കല്യാണത്തിന് ശേഷം തെക്കേമട ഉത്സവത്തിന് പോകണം. അടിപൊളി. ഇങ്ങനെയുള്ള കാര്യത്തിനെ കൊണ്ടുപോകണം. അവിടെ ആന ചെവിയാട്ടി നിൽക്കുമ്പോൾ ആനയുടെ ചെവി ഫെവിക്കുക്ക് വെച്ച് ഒട്ടിക്കണം. അതെന്തിന്? എന്റെ ഭാര്യയുടെ മുന്നിൽ ഞാനല്ലാതെ വേറെ ആരും ഒന്നും ആട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. നല്ല കാര്യം, നല്ല കാര്യം, നല്ല കാര്യം. അത് കഴിഞ്ഞ് കാഴ്ച ബംഗ്ലാവ് വഴി വരുമ്പോൾ അവിടെ കയറി കീരിയം പാമ്പിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കെട്ടിക്കണം. അതെന്തിനാണാവോ? എന്റെ ഭാര്യയുടെ മുന്നിൽ ശത്രുക്കൾ പാടില്ല. എല്ലാവരും സ്നേഹത്തോടു കൂടി കഴിയണം. കത്ത് പോറാണെങ്കിലേ ഈ താഴെ വരച്ചിരിക്കുന്ന പടം കൊള്ള ഈ മത്തങ്ങയില് കമ്പൂത്തിയ. അയ്യോ, മത്തങ്ങയിൽ കമ്പല്ല, ലവിനകത്ത് അമ്പ് അമ്പ്. അപ്പൊ ഇപ്പുറത്തുള്ള ഈ ചലന്തി പോലെ ഒപ്പ് തിമിർത്തിട്ടുണ്ട്. കത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ തമ്മിൽ നല്ല ജോഡിയാ. എന്ത് ജോഡി? നല്ല ജോഡിയാ. എടാ, ഇതൊന്നും അല്ല ജോഡി. ഞാൻ മെനഞ്ഞാന്നൊരു കല്യാണത്തിന് അമ്പലത്തിൽ, അതാ ജോഡി, ഉഗ്രൻ ജോഡി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ജോഡി ഞാൻ കണ്ടിട്ടില്ല. കാലി ഇട്ട് നോക്കിയപ്പോ കറക്റ്റ് വരുമോ? പിന്നെ ആള് കൂടുതലും എടുത്തോണ്ട് പോകുന്നു. എങ്ങനെ ഉണ്ട്? കൊള്ളാം. ആവശ്യമില്ലാത്ത മോചനം. കൊള്ളാമോ ചെരുപ്പ്? എടാ, നിന്റെ ഒരു അമ്മൂമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലേടാ? അമ്മൂമ്മ അമ്മമ്മ അകത്ത് റെസ്റ്റ് എടുക്കുന്നു. ഞാൻ റൂമിലൊക്കെ നോക്കിയാൽ എന്നിട്ട് കണ്ടില്ലല്ലോ. മേശക്കകത്ത് ടറച്ച് അമ്മമ്മേ. എന്തൊരു ചതിയാടാ നീ കാണിച്ചു കൂട്ടുന്നൊക്കെ. എടാ, പിന്നെ നീ മാത്രം കല്യാണത്തിന് വന്നോളാ? ഇല്ല, പെങ്ങള് വരാൻ വേണ്ടി ഇരുന്നേ. അവൾ കോളേജിൽ നിന്ന് ടൂറിന് പോയി. അയ്യോ, എടാ നിനക്ക് വിവരമില്ലടാ. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ രാത്രി അങ്ങനെ ഒറ്റയ്ക്ക് വിടരുത്. അതായത് ഈ പ്രായപൂർത്തിയായ പെണ്ണുങ്ങള് രാത്രി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മറ്റേ അന്ത്രുമാൻ വരും. അന്ത്രുമാൻ? അതാര്? അന്ത്രുമാൻ അതാര്? ഇങ്ങനെ കിരീടൊക്കെ വെച്ച്. എടാ, അത് അന്ത്രുമാനല്ല, ഗന്ധർവ്വൻ. അന്ത്രുമാനല്ലേ? ഒക്കെ തെറ്റിപ്പോയി. എന്താടാ ഒരു രസം? ബോളടിച്ചിരിക്കുമ്പോ എനിക്കൊരു കുന്തളിപ്പ്. നീ വെച്ചോക്ക്. അയ്യോ, നിനക്കും കുന്തളിക്കാം. എനിക്ക് കുന്തളിക്കണ്ട. വയ്ക്കടാ, ഇല്ലെങ്കിൽ ഇത് വെച്ച് കുത്തും. അയ്യോ, രണ്ടു വറ്റം വെച്ചിട്ടുണ്ട്. എന്തിനാടാ കരയുന്നത്? എന്റെ അച്ഛൻ മരിച്ചു പോയി. എടാ, അത് 10-12 വർഷം മുമ്പല്ലേ? അന്ന് ഞാൻ ഗൾഫിലായിരുന്നു, വരാൻ പറ്റിയില്ല. ഒരു രസം. എടാ, എന്റെ സ്വിച്ചിടാ. എന്തിനാടാ? ഒരു ചെവി അറിയുന്നടാ. ചെവി പറയുന്നത് കാല. എടാ, നിനക്കൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നല്ലടാ? പറ്റി. മുറിവൊക്കെ ഉണങ്ങിയ? മുറിവല്ല ഉണങ്ങി. എല്ലാവരും ഞാനകത്ത് കുത്തി നോവിക്കായിരുന്നു. ഒരു കാര്യം, നീ ഇറങ്ങും. എന്റെ ആദ്യരാത്രി എനിക്ക് ആഘോഷിക്കണം. ആദ്യരാത്രി ആഘോഷിക്കണം. നിന്റെ കല്യാണം നാളെയല്ലേ? അപ്പൊ ആദ്യരാത്രി നാളെയല്ലേ? എന്റെ പേരെന്താ? സൈക്കോ. എന്തിനാ എന്നെ സൈക്കോ എന്ന് വിളിക്കുന്നത്? എടാ, ഈ സൈക്കോക്ക് ഇന്നാണ് ആദ്യരാത്രി. സാധാരണ ആൾക്കാർ നാളെ ആഘോഷിക്കും, നാളെ കല്യാണം. ഒറ്റയ്ക്ക് എങ്ങനെയാടാ പൊട്ട ആദ്യരാത്രി ആഘോഷിക്കുന്നത്? ഒറ്റയ്ക്കല്ലല്ലോ. പിന്നെ What?